ഒരേ ഒരു കാര്യം ചോദിക്കാനാ. ഒരേ ഒരു കാര്യം ഞങ്ങൾക്കറിയണം. ഞങ്ങൾക്കറിയേണ്ടത് എന്തെന്നറിയുവോ? നിന്റെ ഭർത്താവ് മരിച്ചത് അസ്റായിലിനോട് സലാം പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനൂതി ഷഹാദത്ത് കലിമ പറഞ്ഞു. അല്ലാഹുവേ, എന്തൊരു പ്രകാശമായിരുന്നു ഫാത്തിമ. നിന്റെ ഈ കാട മുഖത്തെന്ത് പ്രകാശമായിരുന്നു ഫാത്തിമ. മയ്യത്ത് കുളിപ്പിച്ചവരും പൊതിഞ്ഞവരും ചുമന്നവരും നിസ്കരിച്ചവരും ഖബറടക്കിയവരും എല്ലാവരും പറയുന്നു നിന്റെ ഈ കാരു വല്ലാത്ത സുഗന്ധമായിരുന്നെന്ന്. നിന്റെ ഭർത്താവിന്റെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ. ഞങ്ങളും മരിക്കും ഫാത്തിമ, ഞങ്ങളും ഒരു ദിവസം മരിക്കേണ്ടവരാണ്. ഞങ്ങൾക്കും ഒരു നല്ല മരണം വേണം ഫാത്തിമ, ഞങ്ങൾക്കും ഒരു നല്ല മരണം വേണം ഫാത്തിമ. അതുകൊണ്ട് പറ ഫാത്തിമ, നിന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ നിന്റെ ഭർത്താവ് ചെയ്ത നന്മ എന്താ? നിന്റെ ഇക്കാനെ കുറിച്ച് നിനക്ക് എന്തേ പറയാറുള്ളത്? മരിച്ചുപോയ ഭർത്താവിന്റെ ജനാസ ഖബറടക്കിയിട്ട് ഒരു നാട് മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്ന് ചോദിക്കുകയാണ് നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സറിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ സദക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല, അങ്ങനെയൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിനെ കുറിച്ച് അങ്ങനെയൊന്നും ഞാൻ പറയൂല. പിന്നെ എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഏക കാരണം എന്തെന്നറിയോ? എന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദന അഖ്വഫ ലില്ലാഹ്. ഈ ലോകത്തിന്റെ ദിവനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. മാ റഅയ്തു അഹദന, ആ മഹദി പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല, എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാനൊരു മനുഷ്യരെയും കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച വേറെ ഒരാള്. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച് ജീവിച്ച ഒരു മനുഷ്യന്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഇക്കാൻ അല്ലാഹനെ പേടിയാ, എന്റെ ഇക്കായിക്ക് പടച്ചവനെ അത്രയും പേടിയാ. മഹദി തന്നെ പറയുകയാ, ഞങ്ങൾ ഒരിക്കൽ സംസാരിക്കുകയാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടപ്പറയിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു, ربما يذكر الله في الليل يذكر الله ثم يبكي حتى يصبح. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു അല്ലാ, എന്റെ ഭർത്താവിന്റെ കൈകാല് വിറയ്ക്കുകയാണ്, എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറയുകയാണ്. മരണം പറഞ്ഞപ്പോഴല്ല, ഖബർ പറഞ്ഞപ്പോഴല്ല, നരകം പറഞ്ഞപ്പോഴല്ല, മീസാൻ പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, അല്ലാഹ് എന്നൊന്നു പറഞ്ഞപ്പോ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു യഥാർത്ഥ സത്യവിശ്വാസി ആരെന്നറിയുമോ? അവന്റെ മുമ്പിൽ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ കൈകാല് വിറയ്ക്കുമിടോ, അവന്റെ ഹൃദയം കിടുങ്ങുമിടോ, അവന്റെ കണ്ണ് നിറയുമിടോ. ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങൾ മുഴുവനും ഓർമ്മ വരികയാണ്. അവന് പടച്ച റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് തവക്കൽ ചെയ്ത് അവന് മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യ പറയുകയാണ്, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല.